വലിയ നോമ്പിലെ രണ്ടാം ദിനം. ധ്യാനഭാഗം ഉൽപ്പത്തി പുസ്തകം 33-1 മുതൽ 10 വരെ. ഒരു യാത്രയാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. ഹാരാനിൽ നിന്ന് സ്വന്തം ഭവനത്തിലേക്ക് യാക്കോബ് യാത്ര തിരിക്കുന്നു. അവൻ തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നത് 20 വർഷങ്ങൾക്ക് ശേഷമാണ്. വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു ചെറുപ്പക്കാരൻ വീണ്ടും തിരികെ വരികയാണ്. യാക്കോബിൻ്റെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ പലയിടങ്ങളിൽ ഇടപെടുന്നുണ്ട്. 32-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ഈ ദൈവിക സാന്നിധ്യത്തെ യാക്കോബ് തിരിച്ചറിയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 33-ാം അധ്യായത്തിൽ സ്വന്തം സഹോദരൻ യാക്കോബിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു. ശേഷം അനുരഞ്ജനത്തിൻ്റെ വലിയ പാഠം അവനെ പഠിപ്പിക്കുക. ഏശാവ് സർവ്വതും മറന്ന് അവനെ എതിരേൽക്കുകയും ഇരുവരും തമ്മിൽ ചുംബിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ യാക്കോബ് ഏശാവിനോട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെയാണ് ഞാനിപ്പോൾ നിന്റെ മുഖം കാണുന്നത്. പ്രിയമുള്ളവരെ, ഈ വലിയ നോമ്പ് നാളുകളിൽ യാക്കോബിൻ്റെയും ഏശാവിൻ്റെയും ജീവിതം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? അത് അനുരഞ്ജനത്തിൻ്റെ വലിയ പാഠമാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ ക്ഷമിക്കുവാൻ ഉള്ള വലിയൊരു പാഠം. പലപ്പോഴും നമ്മുടെയൊക്കെ അഭിമാനം കാരണം ഒന്ന് താഴ്ന്നു കൊടുക്കുവാനോ ഒരുവൻ്റെ തെറ്റിനെ പൊറുക്കുവാനോ നമുക്ക് സാധിക്കാതെ പോകാറുണ്ട്. കുറവുകളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കും.